അതിനാൽ തന്നെ സ്ത്രീകൾക്കെല്ലാം കമ്പിളി വസ്ത്രങ്ങൾ നെയ്തെടുക്കുവാൻ അറിയും. അവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ കമ്പിളി വസ്ത്രങ്ങൾ നെയ്യാറ് പതിവുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ സ്ഥിരം ജോലിയാണ്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞാൽ കമ്പിളി നൂലുകൾ വാങ്ങിച്ചിട്ട് പല കളറിലുള്ള കമ്പിളി നൂലുകൾ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഞാനുണ്ടാക്കിയ ഒരു ഷാളാണ് ഇവിടെ കാണുന്നത്. അത് രണ്ട് നിറത്തിലാണ് അതിൻ്റെ കമ്പിളി നൂലുകൾ ഉള്ളത്. ഒരെണ്ണം പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് കറുത്ത കളറിലും ഉള്ള കമ്പിളി നൂലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പിളി നൂലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ചുറ്റി ചുറ്റി എടുത്ത് വലിയ ബോളുകളാക്കി വയ്ക്കും. അത് കട്ട പിടിച്ച് അതിൻ്റെ കെട്ടുകൾ വീണ് നൂല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബോളുകളാക്കി വയ്ക്കുക. ഇങ്ങനെയുള്ള പല നിറത്തിലുള്ള ബോളുകൾ കാണും ഈ സ്ത്രീകളുടെയൊക്കെ കയ്യിൽ. അതെല്ലാം ബോളുകളെല്ലാം കൂടെ വെച്ച ഒരു പാക്കറ്റ് കാണും. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ട്രെയിനിൽ കയറി ഇരിക്കുക. അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം കിട്ടുന്നവർ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഓരോ ബോളിനകത്തുനിന്നും കമ്പിളി നൂലെടുത്ത് ഇവരുടെ കയ്യിൽ അത് നെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം കാണും. അത് ഒരു ചെറിയ ഒരു കമ്പിയാണ്. രണ്ട് കൈയിലും പിടിക്കാൻ രണ്ട് കമ്പി കാണും. കമ്പിയുടെ അറ്റത്തായി ഒരു ഹൂക്ക് കാണും. അപ്പം ഈ ഹൂക്കിൽ വെച്ച് ഈ നൂലിനെ കുരുക്കി എടുത്തിട്ട് രണ്ട് കൈയിലുള്ള രണ്ട് കമ്പിയും വെച്ചിട്ട് അത് പലതരത്തിൽ നെയ്തെടുത്ത് ആണ് അതിൻ്റെ പല കണ്ണികൾ ഉണ്ടാക്കി ആണ് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനുകൾ ഉണ്ടായി വരും. ഇങ്ങനെയുള്ള ഈ കമ്പികൾ വെച്ച് പല തരത്തിൽ അവർക്ക് നെയ്തെടുക്കാൻ ഉള്ള പ്രാവീണ്യം ഉണ്ട്. ഇത് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരു പൂക്കൾ ആദ്യം ഉണ്ടാക്കി അതിന് ഒരു ചക്രമുണ്ട്. ആ ചക്രത്തിൽ നൂല് ചുറ്റി ചുറ്റി എടുത്തിട്ട് അത് പൂവ് പോലെ ആയി വരും. അങ്ങനെ പൂക്കളൊക്കെ ആദ്യം ഉണ്ടാക്കി എടുത്തതിന് ശേഷം ആ പൂക്കൾ കൂട്ടിച്ചേർത്തിട്ട് അതിനെ